Hello guys, welcome back to Cuddle Cloud. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. ഇത് നമ്മുടെ പാർട്ട് 3 ഓഫ് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് ആണ്. ശരിക്കും പറയാനാണെങ്കിൽ വെക്കേഷൻ ടൈമിൽ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു വീഡിയോ ആയിരുന്നു. എന്തായാലും ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്തു നോക്കാൻ പറ്റിയ ടൈമിംഗ് ആണ്. 5 അടിപൊളി ഐഡിയാസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. കൂടുതലൊന്നും പറയാനില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും മറക്കണ്ട. സോ നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഈസ് ബി പെൻ ഹോൾഡർ. പെൻ ഹോൾഡർ ഒക്കെ ഉണ്ടാക്കാനായിട്ട് പല മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഈ ഒരു ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ റീസൺ വേറൊന്നുമല്ല, ഈ ഒരു ഷേപ്പിലുള്ള വേസ്റ്റ് മെറ്റീരിയൽ ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ആകെ ഈ ഒരു ക്യാപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിന്റെ ഹൈറ്റ് നമ്മുടെ പെൻ ഹോൾഡറിന് പറ്റില്ലല്ലോ. പിന്നെ നിങ്ങളുടെ കയ്യിലും ഇതേപോലത്തെ വേസ്റ്റ് മെറ്റീരിയൽ ഒന്നും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്താൽ മതി. അത് ഈ ഒരു ഹൈറ്റ് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. എനിക്കാണെങ്കിൽ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് വേറൊരു ക്രാഫ്റ്റ് ഐഡിയയും കൂടെ ട്രൈ ചെയ്ത് നോക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ബോട്ടിൽ എടുക്കാതിരുന്നത്. ഏതായാലും വർക്കാവും. പിന്നെ നമ്മൾ ഈ ബി പെൻ ഹോൾഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഹണി ബി പെൻ ഹോൾഡർ ആണ്. അപ്പോൾ പിന്നെ ഹണി ബി എന്ന് പറയുമ്പോൾ യെല്ലോ കളർ ആയിരിക്കുമല്ലോ ബോഡി വരിക. അപ്പോൾ യെല്ലോ കളർ പേപ്പർ എടുത്തിട്ട് ഈ ഒരു ഗ്ലാസ് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഹണി ബിയുടെ മേത്ത് നമ്മൾ 2 സ്ട്രൈപ്സ് ഒക്കെ കാണില്ലേ, അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ബ്ലാക്ക് കളർ സ്ട്രൈപ്പ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ഹണി ബിയുടെ ചിറകിന് വേണ്ടിയിട്ട് ഒരു ബ്ലൂ കളർ പേപ്പർ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാ. ഞാൻ ഇന്നൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിന്റെ ചേച്ചിയുടെ കല്യാണമായിരുന്നു. അപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ഒരു 8-10 സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിൽ വെച്ച് കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചും കുറച്ചുപേരെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ റോഡിൽ ഒരാൾ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും അവരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം പങ്കുവെക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അങ്ങനെ സന്തോഷം പങ്കുവെക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ബി പെൻ ഹോൾഡർ റെഡി ആയിരിക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാൻ തന്നെ ഭയങ്കര ഒരു ക്യൂട്ട് ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു കീ ചെയിൻ ആണ്. കീ ചെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കീ ചെയിൻ വേറെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ കയ്യിൽ ആകെ വേണ്ടത് ഈ ഒരു സ്റ്റിക്കറാണ്. സ്റ്റിക്കർ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ഒരു പേപ്പറിൽ ഇഷ്ടമുള്ള പടം അങ്ങോട്ട് വരച്ചെടുത്താൽ മതി. അത് നേരെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ പേപ്പർ ഇല്ലേ, പേപ്പറിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്താലും മതി. ഈ ഒരു സ്റ്റിക്കർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ കുറച്ച് ഭംഗി ഉണ്ടാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത്. അത് ഒട്ടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മുകളിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് കീ ചെയിൻ്റെ റിംഗ് അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടാനായിട്ട് ഇതേപോലെ ചെറിയൊരു സ്റ്റിക്കറും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വിത്തിൻ എന്താ പറയാ, ഒരു 1 or 2 minutes അതിനുള്ളിൽ സാധനം റെഡിയായി. ഇനി നെക്സ്റ്റ് വൺ ഈസ് മെമ്മോ പാഡ്. മെമ്മോ പാഡ് ഇല്ലാതെ ഒരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് എന്താണെന്നറിയോ? പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ ഒരു ബുക്ക് എടുക്കും. ബുക്കിൽ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ടു ഡു ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കും. പക്ഷേ കാലം മാറി. പണ്ടൊക്കെ നമ്മൾ ബുക്കിൽ മാത്രമേ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാറുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡു ലിസ്റ്റ് എഴുതാൻ വേണ്ടി മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു മെമ്മോ പാഡ് ഉണ്ടാവും, സ്റ്റിക്കി നോട്ട് ഉണ്ടാവും, അങ്ങനെ പല ഐറ്റംസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ആദ്യമൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 4 സെറ്റ് വരുന്ന മെമ്മോ പാഡും കാര്യങ്ങളൊക്കെ കയ്യിൽ വാങ്ങി വെക്കുമായിരുന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ടു ഡു ലിസ്റ്റ് മെമ്മോ പാഡും ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു A4 ഷീറ്റ് കൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നു. പിന്നെ അതിനുശേഷം A4 ഷീറ്റ് എടുക്കുക, വെട്ടുക, കുത്തുക, ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. ഇത് മാത്രമായിരുന്നു എന്റെ പണി. പ്രത്യേകിച്ച് ഒരു പണിയില്ല. A4 ഷീറ്റ് എടുക്കുക, 4-5 മടക്കുക, ഓരോ റെക്ടാംഗിൾ പീസ് കിട്ടുമല്ലോ, അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചു കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത പേപ്പർ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് മുകളിൽ നമ്മൾ ഫെവിക്കോൾ തേച്ച് കൊടുക്കും. ഈ ഫെവിക്കോൾ എന്തിനാ തേച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കീറിച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അങ്ങനെ കീറിച്ചെടുക്കേണ്ട മെമ്മോ പാഡ് വേണ്ടാന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ ജസ്റ്റ് ഒരു മെമ്മോ പാഡ് മാത്രം നമുക്ക് ഉണ്ടാക്കിയാൽ പോരല്ലോ. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് അതിന് വേണ്ടി എന്താ പറയുക, ഒരു ഹോൾഡർ പോലത്തെ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാം. ഹോൾഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച മെമ്മോ പാഡ് ഉണ്ടല്ലോ, അത് ഒട്ടിച്ച് വെക്കാനായിട്ട് ഒരു സ്ഥലം. ഇപ്പം ഉണ്ടാക്കി വെച്ച ഈ ഒരു സാധനത്തിന്റെ മുകളിൽ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച മെമ്മോ പാഡ് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ, നമ്മുടെ മെമ്മോ പാഡ് റെഡിയായി. അങ്ങനെ ഓൺലൈനിൽ 200-300 രൂപയൊക്കെ കൊടുത്തിട്ട് ഫാൻസി മെമ്മോ പാഡൊന്നും വാങ്ങാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കാം. നല്ല വെർത്തായിരിക്കും. അടുത്തത് ഈസ് എ ഡെസ്ക് ടൈം ടേബിൾ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 ക്രാഫ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ക്രാഫ്റ്റ് ഐഡിയ ആണ് ഇത്. ഇനീഷ്യലി ഞാനൊരു പോക്കറ്റ് ടൈം ടേബിളോ അങ്ങനെ എന്തെങ്കിലും ഒരു ടൈം ടേബിൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഡിസൈൻസും കാര്യങ്ങളും അങ്ങനെ വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊരു ഡെസ്ക് ടൈം ടേബിൾ ഉണ്ടാക്കാം. അതാണെങ്കിൽ കാണാനും ഒരു ഗുമ്മുണ്ടാവും. പിന്നെ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് സ്റ്റഡി ടേബിളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാനും നല്ല രസം ഉണ്ടാവും. എന്നാൽ പിന്നെ അത് ചെയ്യാം. ഈ ഒരു ടൈം ടേബിൾ ചെയ്യാനായിട്ട് അങ്ങനെ വലിയ മെഷർമെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് എത്ര വലുതായിരിക്കണം എത്ര ചെറുതായിരിക്കണം എന്നനുസരിച്ച് അതേപോലെ എടുത്താൽ മതി. ആദ്യത്തെ ആ ഒരു പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സ്ട്രിപ്പ് ഓഫ് പേപ്പറിൽ ഇതേപോലെ നിങ്ങളുടെ ടൈം ടേബിൾ എഴുതി കൊടുക്കുക.
എന്നിട്ട് നമ്മുടെ കളർ അടിച്ച പേപ്പർ ഉണങ്ങി വരുന്ന ടൈമിൽ അതിൻ്റെ മുകളിലോട്ട് ഈ ഒരു ടൈം ടേബിൾ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു പേപ്പർ നമ്മുടെ ടൈം ടേബിളിൻ്റെ ബേസ് ആണല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടൈം ടേബിളിൻ്റെ ബേസ് സെറ്റായി. ഇനി നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് എസ്തെറ്റിക് ആൻഡ് ക്യൂട്ടൊക്കെ ആക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിൽ ഞാൻ ഫസ്റ്റ് തന്നെ ഇതേപോലൊരു ടൈം ടേബിൾ എന്ന് പറഞ്ഞൊരു സാധനം കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. ഒട്ടിക്കാനായിട്ട് ഞാൻ സെല്ലോ ടേപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി മുകളിൽ കുറച്ചുകൂടി ഒരു ക്യൂട്ട്നെസ് വാരി വിതറാനായിട്ട് ഇതേപോലത്തെ ഒരു സ്റ്റിക്കറും കൂടെ പേപ്പറിൽ ഒട്ടിച്ചതിന് ശേഷം മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള പിക്ചർ കൈകൊണ്ട് അങ്ങോട്ട് വരച്ചങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇത് ഞാൻ എടുത്തെടുത്ത് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ സ്റ്റിക്കർ കയ്യിലില്ല എന്നുള്ള ഒറ്റ റീസൺ കാരണം ആരും ഇത് ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത്. പിന്നെ അഡീഷണലി ഞാനൊരു റെയിൻബോയും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടെ മുകളിൽ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടൈം ടേബിൾ സെറ്റായി. എനിക്ക് സത്യം പറഞ്ഞാൽ സാധനം ഉണ്ടാക്കി വന്നെങ്കിൽ ഇപ്പോൾ ഭയങ്കര സങ്കടമായി പോയി. കാരണം ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ ടൈം ടേബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ കുത്തിയിരുന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊന്നും ഞാൻ ഇന്നേ വരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും കുഴപ്പമില്ല, ഇപ്പോഴെങ്കിലും ഈ സാധനം ഉണ്ടാക്കിയല്ലോ. നിങ്ങൾ എന്തായാലും ഈ അവസരം മിസ് ചെയ്യണ്ട. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ബുക്ക് മാർക്സ് ആണ്. ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൽ മെമ്മോ പാഡ് നമുക്ക് എന്തായാലും മാറ്റി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതേപോലെ മാറ്റി വെക്കാൻ പറ്റാത്ത വേറൊരു ഐറ്റമാണ് ബുക്ക് മാർക്സ്. ഒരു ബുക്ക് മാർക്ക് ഐഡിയ അല്ല, 3 ബുക്ക് മാർക്ക് ഐഡിയാസ് ഞാൻ കാണിച്ചു തരാം. എല്ലാം വളരെ വളരെ സിമ്പിൾ ബട്ട് പവർഫുൾ. നല്ല രീതിയിൽ വർക്ക് ആവുന്ന ബുക്ക് മാർക്സ് ആണ് ഈ 3. വർക്ക് ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. ഏത് പേജാണ് നമ്മൾ വായിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരും. ആക്ച്വലി പറയാനാണെങ്കിൽ ഞാനും അങ്ങനെ പണ്ട് ബുക്ക് മാർക്സും കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യപ്പെട്ട് യൂസ് ചെയ്തിട്ടൊന്നുമില്ല. നമ്മുടെ ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് അങ്ങോട്ട് മടക്കി വെക്കുക, അതായിരുന്നു എന്റെ ബുക്ക് മാർക്ക്. അല്ലെങ്കിൽ വല്ല സ്കെയിൽ എടുത്ത് നടുക്ക് വെക്കും, അതായിരുന്നു അടുത്ത ബുക്ക് മാർക്ക്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഈ കാര്യത്തിലും കാലം മാറി. ഇപ്പോഴൊക്കെ പഠിക്കാൻ തന്നെ ഒരു ഉന്മേഷം വരണമെങ്കിൽ ഇതേപോലത്തെ വല്ല ബുക്ക് മാർക്സ് ഒക്കെ ബുക്കിലിരിക്കണം. ആദ്യത്തെ ഐഡിയ കണ്ടല്ലോ, വെരി വെരി സിമ്പിൾ. ഒരു പേപ്പർ എടുത്തു, ഹാർട്ട് കട്ട് ചെയ്തെടുത്തു, ആ ഒരു വി ഷേപ്പ് കട്ട് ചെയ്തെടുത്തു, ബുക്ക് മാർക്ക് സെറ്റായി. രണ്ടാമത്തേന് വേണ്ടിയിട്ട് വുഡൻ ക്ലിപ്സിൽ ഇതേപോലത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു സ്റ്റിക്കർ നമ്മൾ മറ്റേ ഒരു ടേബിൾ ഡസ്റ്റ്ബിൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ മണ്ടയിൽ ഒട്ടിച്ചു കൊടുത്ത സ്റ്റിക്കർ ആയിരുന്നു. അത് ഞാൻ എടുത്തു. എന്നിട്ട് ഈ ഒരു വുഡൻ ക്ലിപ്പിന്റെ മുകളിലോട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ബുക്ക് മാർക്ക് റെഡിയായി. വുഡൻ ക്ലിപ്പ് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ പേപ്പർ ക്ലിപ്പ് ഇല്ലേ, അത് യൂസ് ചെയ്താലും മതി. ഇനി നമ്മുടെ തേർഡ് ബുക്ക് മാർക്ക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണം കുറച്ചുകൂടെ ഒരു ക്യൂട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു സിമ്പിൾ അതേപോലത്തെ സംഭവമാണല്ലോ. ഇത് കുറച്ചുകൂടെ ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. എലഗൻ്റ് ഇൻ ദ സെൻസ് കാണാൻ നല്ല ഈസ്തെറ്റിക് ആൻഡ് ഭംഗിയുള്ള പോലത്തെ ഒരു സാധനം. നിങ്ങൾ അതെന്തായാലും കണ്ടോ. അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മുടെ ചാനൽ ഇപ്പോൾ ഏകദേശം 953K ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ഹോപ്പ് ചെയ്യുമായിരുന്നു. ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം ജൂൺ 20-ാം തീയതി, അതായത് ഈ ഒരു മാസം 20-ാം തീയതി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ 1 year ആയി സ്റ്റാർട്ട് ചെയ്തിട്ട്. എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം ഈ ഒരു ജൂൺ 20-ാം തീയതി അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മൾ 1 million അടിക്കണം എന്നൊക്കെയാണ്. നടക്കുമെന്ന് എനിക്കറിയില്ല. ഐ മീൻ ഇനിയൊരു 10 ദിവസം കൊണ്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നമ്മുടെ ബുക്ക് മാർക്കും റെഡിയായി, നമ്മുടെ 5 ക്രാഫ്റ്റും റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് 3 കാര്യം എന്തായാലും മറക്കണ്ട. ഈ വീഡിയോയും വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, അത്രയേ ഉള്ളൂ. ലവ് യു ഗൈസ്, ബൈ.